ശബരിമല കൊള്ളയില് ആകെ സ്ഥിതിഗതികൾ മാറി മറിയുന്നുണ്ട്. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധനും അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ ഈ കേസ് ഇനിയിപ്പോ ഏത് തലത്തിലേക്കായിരിക്കും എത്തുക? എങ്ങനെയായിരിക്കും ഇതിന്റെ ഇനിയുള്ള പോക്ക്? ഇത് ഇപ്പൊ തന്നെ ഇതുകൊണ്ട് CPM-ന് ഏറെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. നിയമസഭ വരാനും ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇവർ ഇനി എന്ത് ചെയ്യും? അത് ആകെ മാറി പറഞ്ഞതല്ല, കോടതി ഒന്ന് കടുപ്പിച്ചതാ. ഈ പങ്കജ് ഭണ്ഡാരിയെ കുറച്ചാൾ മുമ്പ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. കോടതി നിലപാട് കടുപ്പിച്ചപ്പോൾ SITക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഭണ്ഡാരി അറസ്റ്റിലായി, ഒരു ബെല്ലാരി രാജ അറസ്റ്റിലായിട്ടുണ്ട്, ഗോവർദ്ധൻ ബെല്ലാരി, അദ്ദേഹത്തിനാണ് ജ്വല്ലറി അവിടെ. അപ്പം ഒന്ന് ഈ കള്ളത്തരം സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് സംഭവം എത്തി. അപ്പോൾ സ്റ്റേറ്റിന് പുറത്തേക്ക് കൈകൾ നീളുന്നുണ്ട്. അപ്പം ചിലർ ആരോപിച്ച പോലെ രാജ്യത്തിന് പുറത്തേക്ക് നീളുമോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. പിന്നെ ഇത് CPM-നെ ദോഷമായിട്ടേ ബാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ നിയമസഭ ഉന്നവനുണ്ട്, നിയമസഭ പ്രക്ഷുബ്ധമാവും. അതിന് നിയമസഭയ്ക്കകത്ത് വളരെ പവർഫുള്ളായിട്ട് സ്വന്തം വാചകങ്ങൾ കൊണ്ട് CPM-നെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ വരിഞ്ഞു മുറുക്കുകയും എടുത്തിട്ട് അലക്കുകയും ചെയ്യാൻ പറ്റിയ നേതാക്കന്മാരുണ്ട്. അവർ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അവർ വെറുതെ വിടില്ലല്ലോ. അവർ ശക്തമായിട്ട് നിയമസഭയ്ക്ക് അകത്ത് പ്രതികരിക്കും, അതിൻ്റെ പ്രതിഫലനം പുറത്തുണ്ടാകും. നിയമസഭയ്ക്കകത്ത് BJP പ്രതിനിധി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ BJPക്കും പുറത്ത് അതുപോലെ തന്നെ പ്രതികരിക്കേണ്ടി വരും, പ്രതിഷേധിക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും CPM എല്ലാ ഭാഗത്തു നിന്നും കുന്തമുനകൾ കൊണ്ട് കുത്തുമേടിക്കുന്ന സ്ഥിതിയിലാവും. അത് ശബരിമലയിൽ കാട്ടിക്കൂട്ടിയതിന് പെട്ടെന്നൊന്നും പ്രകൃതി ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ ക്ഷമിക്കില്ല, സഹിക്കില്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് അതെങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ, UDF അതുകൊണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട് ഈ വിഷയം വിട്ടുകളയാൻ പറ്റില്ല എന്ന്. ഇത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച ആൾക്കാരും UDF നേതാക്കന്മാരും ഒക്കെ പലരോടൊക്കെ നമ്മളോരോ വിവരങ്ങൾ അറിയാൻ വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ഞങ്ങളിത് വിട്ടുകളയാൻ തയ്യാറില്ല എന്നുള്ള സന്ദേശമാണ് അവരുടെ മനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കാരണം സ്വർണ്ണപ്പാളിയല്ല ഈ വിഷയം എന്ന് ചോദിക്കുമ്പോൾ, അയ്യപ്പൻ്റെ സ്വർണം കെട്ടുകൊണ്ടാണ് എന്നാണ് ഇങ്ങോട്ട് പറയണത്. ഞാൻ സ്വർണ്ണപ്പാളി എന്നേ പറഞ്ഞുള്ളൂ. അവർ അയ്യപ്പൻ്റെ സ്വർണം കെട്ടതാണ് പ്രത്യേകം എടുത്തു പറയണം. അയ്യപ്പൻ ആ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് തന്നെയല്ലേ സാറേ ഈ ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ശബരിമലയിലെ സ്വർണം എന്നുള്ളതാണല്ലോ. അതെ, ശബരിമലയിലെ സ്വർണം, അതായത് താന്ത്രിക ആചാരമോ ഇല്ല വിശ്വാസങ്ങളോ, ഈവൻ കുടുംബങ്ങളിലെ ആചാരം എന്തോ ആയിക്കോട്ടെ, ആഗമൊക്കെ ആയിക്കോട്ടെ, ഒരു ക്ഷേത്രമാക്കപ്പെട്ട അല്ല ഒരു ആരാധനയാക്കപ്പെട്ട ഒരിടം, അതിൻ്റെ ഗോപുരം തൊട്ട് ആ കോമ്പൗണ്ടിനകത്ത് മുഴുവൻ അത് ഈശ്വര അംശത്തിൻ്റെ, ഈശ്വര ശരീരത്തിൻ്റെ ഭാഗമാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അതിലെ ഏതൊരു വസ്തുവിലും കുറച്ച് മണൽ അവിടെ ഉണ്ടെങ്കിൽ പോലും അതിനൊരു ദിവ്യത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ചില അമ്പലങ്ങളിലെ വേണമെങ്കിൽ കുറച്ച് മണലെടുത്തുകൊണ്ട് പോയിട്ട് സ്വന്തം പൂജാമുറിയിൽ ഒരു കുപ്പിയിലാക്കി വെച്ചേക്കും. കാരണം അവിടത്തെയാണ് ആ ഒരു ചൈതന്യം അവിടെ ഉണ്ട് എന്നൊരു ആ ഒരു വിശ്വാസം അവർക്കുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും മണലിനോട് പോലും അത്രയ്ക്കും വിശ്വാസമാണ് ആൾക്കാർക്കെങ്കിൽ അവിടെയുള്ള പൊതിഞ്ഞിരുന്ന സ്വർണ്ണത്തോടെന്തായിരിക്കും? സ്വർണ്ണം ഉത്തമലോഹം എന്നാണല്ലോ ഹിന്ദു വിശ്വാസപ്രകാരം. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു മൂല്യം കൽപ്പിക്കും. അവിടെയാണ് ഇവർ കട്ടെടുത്തു എന്ന് പറയുന്ന സ്വർണത്തിൻ്റെ അളവിനോ അളവിനനുസരിച്ചുള്ള വിലയ്ക്കോ അല്ല അവിടെ പ്രാധാന്യം തന്നെ. 1/2 കിലോ സ്വർണ്ണമോ 2 കിലോ സ്വർണ്ണമോ കൊണ്ടുപോയി ഗ്രാമിന് ഇത്ര രൂപ വെച്ച് നമുക്ക് ഒരു കണക്കെടുക്കാം. ഒരു ഇത്ര ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ട്, അവിടെ അല്ല അതിൻ്റെ കാര്യം. ഇതിനൊരു അമൂല്യതയുണ്ട്. ശബരിമലയിലെയാണ്. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വസ്തുവിനും ആൾക്കാർ പലപ്പോഴും പൂജാമുറി വെച്ച് പൂജിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അതുകൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ, ഈ സ്വർണ്ണം ഉപയോഗിച്ച് സ്വർണ്ണ ലോക്കറ്റുകളോ ചെറിയ അയ്യപ്പ പ്രതിമകളോ ഉണ്ടാക്കിയിട്ട് ശബരിമലയിലെ സ്വർണ്ണം കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അവിടുന്ന് ഇന്ന പോലെ പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ മാറ്റിയ സ്വർണ്ണവും ചെമ്പും ഒക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇതിന് പവറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങാനാളുണ്ടാവും. വലിയ വില കൊടുത്തെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മുഖങ്ങളുള്ള രുദ്രാക്ഷത്തിന് ലക്ഷങ്ങളും കോടികളും വിലയുള്ള നാടാണ് ഈ ഇന്ത്യ. അഥവാ ഹിന്ദുക്കൾക്കകത്തെ ഭക്തിയായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞ കച്ചവടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ശബരിമലയിലെ സ്വർണം കൊണ്ടോ ചെമ്പ് കൊണ്ടോ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതൊരാൾ പൂജാമുറിയിൽ കോടീശ്വരന് വയ്ക്കാൻ കൊടുത്താൽ അവൻ ചിലപ്പോൾ കോടികൾ കൊടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ മൂല്യം വേറെയാണ്, ആ മൂല്യം വളരെ വലുതാണ്. അപ്പോൾ ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടി കാണും ഇത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും കൊണ്ടുപോയ സ്വർണ്ണം തിരിച്ചെടുക്കാൻ പറ്റുമോ? സാധ്യതയില്ല. കാരണം സ്വർണ്ണം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉരുക്കി മറ്റൊന്നാക്കി മാറ്റാനാണ് സാധ്യത. അപ്പോൾ സ്വർണ്ണം കൊണ്ടുപോയത് ഇയാളുടെ കയ്യിൽ നിന്ന്, ഗോവർദ്ധൻ എന്ന് പറഞ്ഞ വ്യാപാരിയിൽ നിന്ന് പിടിച്ചെടുത്തു.
അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ശരി, കൊണ്ടുവന്ന് കാണും. ഒറിജിനൽ സ്വർണ്ണം ആവാം, അല്ലെങ്കിൽ പകരം ആ സ്വർണം പോയിട്ട് പകരം ഇത്ര സ്വർണ്ണം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നതാവാം. ഏതും ആവാം. ഒരു ജ്വല്ലറിയിലാകുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടാനുള്ള വകുപ്പുണ്ടാവും. പക്ഷേ ആ സ്വർണത്തിൻ്റെ മൂല്യം വളരെ വലുതാണ്. ആ മൂല്യത്തെക്കുറിച്ച് ചോദ്യം വന്നു കഴിയുമ്പോൾ ശരിക്കും സർക്കാർ പെടും. എന്തുകൊണ്ട് അതിന് സംരക്ഷണം കൊടുക്കാൻ പറ്റിയില്ല? അങ്ങനെയെങ്കിൽ എന്തിനാണ് സംരക്ഷണം ഇവിടെ ഉള്ളത് എന്നൊരു ചോദ്യമില്ലേ? ഇവിടെ സർക്കാരിൻ്റെ കയ്യിരിക്കുന്ന മ്യൂസിയങ്ങളുണ്ട്, അമൂല്യമായ വസ്തുക്കൾ അതിനകത്തുണ്ട്. പല ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങൾ പോലും ഈ മ്യൂസിയത്തിലുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള വിഗ്രഹ കച്ചവടക്കാർ, കൊള്ളക്കാർ, ഇത്തരം മൂല്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിപണനം ചെയ്യുന്നവർ, ഇവരുടെയൊക്കെ ഇടയ്ക്കോട്ട് ഇങ്ങനത്തെ ഓരോ വസ്തുക്കൾ നാളെ പോകാൻ സാധ്യതയില്ലേ? എല്ലാം ഒറിജിനൽ തന്നെയാണോ ഈ മ്യൂസിയങ്ങളിലൊക്കെ ഇരിക്കണമെന്നൊരു ചോദ്യം വരില്ലേ? റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചേക്കണാണോ? അമൂല്യമായ വസ്തുക്കൾക്ക് വിൽക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ പല വിൽപ്പനയുണ്ടാവും. അതുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൽ അന്താരാഷ്ട്ര കൊള്ള സംഘത്തിൻ്റെ വരെ സാന്നിധ്യം പലരും സംശയിക്കുന്നത്. അപ്പം അവിടെ ഇനി എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചാൽ, ഇതൊരു ഡെഡ് എൻഡിലെത്തിയോ എന്ന് നമുക്കറിയില്ല. അതോ പുതിയ കണ്ണികളിലേക്ക് ഇത് പടർന്ന് കയറുമോ? SITക്ക് പുതിയ ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ? നമുക്കറിയാൻ മേല. എന്തായാലും ED കൂടെ അന്വേഷണം ഏറ്റെടുക്കുന്നുണ്ട്. ED ആകുമ്പോൾ അതിന് കുറച്ചുകൂടെ രാജ്യവ്യാപകമായിട്ടോ ഇൻ്റർനാഷണലൊക്കെ ആയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താൻ പറ്റുമായിരിക്കും. സ്വാഭാവികമായി ഇപ്പോൾ അറസ്റ്റിലായവരൊക്കെ പല ലൂപ്പോൾസും ഉണ്ടല്ലോ ഇത് പുറത്തു വരാനായിട്ട്, അവരത് നോക്കുമല്ലോ. അപ്പോൾ അത് നോക്കും അവിടെ. എങ്കിൽ പോലും അവരിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്നൊരു കാര്യമുണ്ട്. അവർക്ക് ആകെ പറയാവുന്ന കാര്യം ഈ സ്വർണ്ണത്തിൻ്റെ ഉറവിടം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിജയിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണത്തിൻ്റെ മൂല്യത്തിന് പകരം ആ സ്വർണത്തിൻ്റെ സോഴ്സിൻ്റെ മൂല്യം, ഇത് എവിടുത്തെ സ്വർണ്ണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിറ്റതെങ്കിൽ ഉറപ്പായിട്ട് ഉയർന്ന വിലയ്ക്കായിരിക്കും വിറ്റേക്കുന്നത്. അങ്ങനെ വന്നാൽ അവർക്ക് അറിയുന്ന അതിൻ്റെ അർത്ഥം കൈമാറിയ പണം യഥാർത്ഥത്തിൽ എത്രയാണ്, ആ പണം അങ്ങനെ കൈമാറ്റം ചെയ്യാൻ ഉള്ള കാരണമെന്ത്, അത് ഇതിൻ്റെ മൂല്യത്തെക്കുറിച്ച്, അതായത് ഇതിൻ്റെ വിശ്വാസപരമായ മൂല്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ അല്ലയോ, ഈ ചോദ്യം വന്നാൽ അവർ പെടും. കാരണം അങ്ങനെ കൂടുതൽ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് കാര്യം അറിയാമായിരുന്നു, മോഷണത്തിന് കൂട്ടുവന്നു, മോഷണത്തിൻ്റെ പങ്കാളി തന്നെയാണ് എന്ന് തന്നെ അർത്ഥം വരിക. അപ്പോൾ അതുകൊണ്ട് അവർ യഥാർത്ഥ നിരപരാധിയാണോ അല്ലയോ അത് കോടതി അന്വേഷണം നടക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥർ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും വേണം, കണ്ടുപിടിച്ച് പ്രസൻറ്റ് ചെയ്യുകയും വേണം, ആവശ്യമാണ്. അത്തരത്തിൽ ഇതിൽ ഇങ്ങനെ ഒരു അന്വേഷണം പോവുകയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്ക്. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് കടന്നുള്ള അന്വേഷണത്തിലേക്ക് പോയി. ഇനി സാർ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിലേക്ക് സുഭാഷ് കപൂറിന്റെ കാര്യമൊക്കെ കോടതി എടുത്ത് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും CPMന്റെ പ്രതിരോധം തീർക്കാൻ കഴിയുമോ? ഇനി ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഈ CPM ഓൾറെഡി പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എടുത്തുകൊണ്ട് വന്നത്. അത് സ്വാഭാവികം, എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ആ കേസ് വന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ സ്ത്രീകൾ ചോദിക്കുക അയ്യപ്പൻ്റെ സ്വർണ്ണം എന്തിനാകട്ടെ. അപ്പോൾ CPMന് ഒരു സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദ്യം തന്നെ. അപ്പോൾ സ്ത്രീകൾ അനുകൂലമാകാൻ വേണ്ടിയിട്ട് സ്ത്രീവിരുദ്ധനായിട്ട് ഒരുത്തനെ മുന്നിൽ അവതരിപ്പിക്കണമായിരുന്നു. ഓൾറെഡി അങ്ങനെ ഒരാളുണ്ട്, ഒരു കേസ് മുന്നിൽ കിടക്കണം, വീണ്ടും ആ കേസ് മുന്നിൽ കൊണ്ടുവരും. അത് വിജയിച്ചോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ വിജയിച്ച് കാണും. ഒരുപക്ഷെ CPMനുണ്ടായ പരാജയത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ സഹായിച്ചില്ലോ എന്ന് നമുക്കറിയില്ല. പിന്നെ കോൺഗ്രസ്സുകാരനെ ഒരുത്തന്നെ ഇങ്ങനെ നിൽക്കുമ്പം CPMനോട് പ്രതിഷേധ വോട്ട് രേഖപ്പെടുന്നവർക്ക് ചിലപ്പോൾ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ പറ്റിക്കാണില്ല. അവർ ചിലപ്പോൾ BJPക്ക് വോട്ട് ചെയ്ത് കാണും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇവർ ഈ പ്രതിരോധം തീർക്കാൻ പോകുമ്പം ഈ വോട്ട് എങ്ങോട്ടാണ് പോണേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ CPMന് ഇതിനെ മറികടക്കണമെങ്കിൽ CPMൻ്റെ നോർമൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഭരണപക്ഷത്തുനിന്നുള്ള ചില ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ, ശമ്പളം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഇപ്പം ഉന്നം വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ ചെയ്യാം. സർവേ നടത്താം, ജനങ്ങളെ വീടുവിടാന്തരം കയറി ബോധിപ്പിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാം. അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയാം, അന്വേഷണത്തോട് സഹകരിക്കാം. ഇതൊക്കെയാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും പുതിയ അറസ്റ്റും പുതിയ ന്യൂസും വരുവാണെങ്കിൽ അതെല്ലാം തന്നെ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് എതിരായിട്ട് മാറുകയുള്ളൂ. അതൊരു സ്വാഭാവിക കാര്യമാണ്. ഒരു പൊളിറ്റിക്കൽ ഇവൻ്റ് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അത് എതിരാവും. ഇത് മറികടക്കണമെങ്കിൽ അവർക്ക് നന്നായിട്ട് വേർക്കേണ്ടി വരും. അത് കുറച്ചൊന്നും പാടുപെട്ടാൽ പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ ശ്രമിച്ചു, ശ്രമം വിജയിച്ചില്ല. ആ ഇലക്ഷൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്ന സമയത്താണ് വാസു, അതുപോലെ പത്മകുമാർ, ഇവരെല്ലാം അറസ്റ്റിലാവുന്നത്. അപ്പോൾ മാത്രമല്ല അടുത്തതാര്, കടകംപള്ളിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വരുവാണ്. സത്യത്തിൽ ഇപ്പോൾ കടകംപള്ളിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം SIT കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ. അതുകൊണ്ട് ഒരു മനഃപൂർവ്വം എന്ന് പറഞ്ഞ് നമുക്ക് SITയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് കോടതിയെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാവും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരെ പ്രത്യേക തെളിവ് ഉണ്ടായിരിക്കാം എന്നാവാം, ഇല്ലായിരിക്കാം എന്നാവാം. എന്തായാലും അവരതിലേക്ക് ചേരണം. ഇപ്പോൾ ചെന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചെന്നേക്കണത് ഭണ്ഡാരിയിലേക്കും ഗോവർദ്ധനിലേക്കുമാണ്. അപ്പോൾ അവിടം വരെ സ്വർണ്ണം ചെന്നു, അവരവിടെ ഇൻവോൾവ് ആണ് എന്നുള്ളത് കിട്ടി.
പിന്നെ ഇനി മറ്റ് ഡേറ്റ, ഇലക്ട്രോണിക് ഡേറ്റയോ തെളിവുകളോ വെച്ച് പൊളിറ്റീഷ്യൻസിനെ കണക്ട് ചെയ്യുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതിലേക്ക് പോകുമായിരിക്കും. നമുക്കതിനകത്ത് ഇപ്പം ഒരു മന്ത്രിയായിരുന്ന ഒരാളിലേക്ക് പോവാത്തത് അന്വേഷണത്തിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിന് മേൽനോട്ടം നടന്ന കോടതിയും പോലും കുറ്റപ്പെടുന്ന പോലെയാവും. നമ്മളങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഇത് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അതായത് തെളിവുകൾ കോടതി പരിശോധിക്കുമ്പോൾ കോടതി ചോദിച്ചു വരും, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇന്ന ഭാഗം അന്വേഷിക്കുന്നില്ല. അങ്ങനെ വന്നാൽ SITക്ക് എങ്ങോട്ടാണോ, ഏത് ദിശയിലേക്കാണോ യഥാർത്ഥത്തിൽ പോകേണ്ടത് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. അതിൽ നിന്ന് പിന്മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലല്ലോ. അത് ഒരു സാധാരണ ഒരു അദ്ദേഹത്തിന് പറ്റിയ രാഷ്ട്രീയ ബദ്ധമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ SITയുടെ അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അയ്യപ്പൻ്റെ കട്ട മുതൽ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാതെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാൻ റൈറ്റ് ഉണ്ടാവുമായിരുന്നു. അതുണ്ടാവാണ്ട് പോയി. അതാണ് പറ്റിയത്. അപ്പോൾ ഹൈക്കോടതി നടന്ന അന്വേഷണത്തെ പറ്റി മുഖ്യമന്ത്രി എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. സൈലൻ്റ് ആയിട്ടിരിക്കാനേ പറ്റുള്ളൂ. അതാണ് കാരണം.